ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെസറോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി ഫാഷൻ പരേഡ് കാണിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാകുമെന്നായിരിക്കും എല്ലാവരും ഓർക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല ഗീസ്, നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകുന്നുള്ളത്. കല്യാണം കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കൊറോണ നിന്ന സമയം, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പുകളൊന്നും പറ്റത്തില്ലായിരുന്നു. ഏതായാലും ടെസ ബേബിയുടെ വന്ന ശേഷം ഒരു അടിപൊളി ട്രിപ്പ് പോകാമെന്നൊക്കെ ഓർത്തിരുന്നപ്പം ആളുടെ കുസൃതികളൊക്കെ കാരണം നമുക്ക് വയസ്സ് കൂടട്ടെ എന്ന് കാത്തിരുന്ന് വയസ്സ് കൂടിയെങ്കിലും കുസൃതിക്ക് ഒരു മാറ്റമില്ല. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുപാട് നാൾ കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടേക്കാണെന്നാണെന്നോ? നമ്മുടെ വാഗമണ്ണിലോട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ അരുത്ര വല്യച്ഛൻ്റെ പള്ളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കയറണമെന്നൊക്കെ ഓർത്തു, പക്ഷേ സമയം ഇത്തിരി പോയതുകൊണ്ട് നമുക്ക് പിന്നെ കയറാമെന്നോർത്ത് എങ്ങനെ ബൈ ബൈ പറഞ്ഞു പോവാണ്. എങ്കിലും നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു കാര്യമുണ്ടല്ലോ, വല്യച്ഛൻ മല. നമ്മൾ 40-ാം വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വന്ന് മല കയറാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മൾ പ്ലാനിങ്ങോടുകൂടി എന്ത് കാര്യം ചെയ്താലും സാധിക്കില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ വാഗമണ്ണിനുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാതെയാണ് കേട്ടോ പോയത്. അതുപോലെ വല്യച്ഛൻ മലയ്ക്ക് കുരിശുമല കയറാൻ പോകണമെന്നും പ്ലാൻ ചെയ്താൽ പോലും അതും നടക്കാറില്ല. അതുകൊണ്ട് ഇനി പ്ലാൻ ചെയ്യാതെ ഒരു തവണ പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു വാഗമണ്ണിൻ്റെ അടുത്തുള്ളൊരു വ്യൂ പോയിൻറ്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ നേരം അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നും. നമ്മളിപ്പം വന്ന വഴി അവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളുടെ പണിയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫോണും കൊണ്ട് പോയി വീഡിയോ എടുക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. അത് പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങിയ പിന്നെയാണ് കേട്ടോ. അപ്പോൾ അപ്പയും ടെസ ബേബിയും മമ്മിയും എല്ലാവരോടും കൂടി അവിടെ നിന്ന് അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ചിന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ പിന്നെ എന്താ, കൊച്ചുങ്ങളെ ആകർഷിക്കാനായിട്ട് ഐസ്ക്രീംസും പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കളിപ്പാട്ടം ടെസ ബേബി ആ ചേട്ടനെ ഇതിലെ വന്നപ്പോൾ ആ ചേട്ടനെ കണ്ട് ആകർഷിച്ച് അങ്ങോട്ടേക്ക് പോയി. നമ്മൾ ആ ചേട്ടനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, ചേട്ടൻ ഫോട്ടോ എടുത്ത് എവിടെയാണ് അങ്ങനെയൊക്കെ ഇരുന്ന് കളിപ്പാട്ടങ്ങൾ എന്താണെന്ന് നമ്മൾ എവിടെ പോയാലും കളിപ്പാട്ടമൊക്കെ മേടിക്കാതെ പോകില്ല. അപ്പോൾ കളിപ്പാട്ടമൊക്കെ മേടിച്ച് ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കളിപ്പാട്ടമൊക്കെ മേടിച്ച് നമ്മൾ ഫസ്റ്റ് സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. എന്ത് രസമല്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ചൂടുമായിട്ട് വന്ന് ഞങ്ങൾ ഈ വാഗമണ്ണി സ്ഥലത്തോട്ടൊക്കെ എത്തിപ്പെട്ടപ്പോൾ വാഗമണ്ണ എത്തിയില്ല, ഓൺ ദ വേ ആണ്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് കാറ്റുകളൊക്കെയാണ് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടക്കൊന്നെന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, മെഡോസ്, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ പോകാനുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്ത് രസമല്ലേ, എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു കടകൾ, പിന്നെ ബജ്ജിക്കടകൾ, അങ്ങനെ ഒരുപാട് രസമുണ്ട് കാണാനായിട്ട് തന്നെ. എന്തൊരു ഭംഗിയല്ല. അപ്പയോട് ടെസ ബേബി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സാധനം വേണം, ഈ സാധനം വേണം. അപ്പോൾ എല്ലാ സാധനം വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ തിരിച്ച് വന്നിട്ടാട്ടെ എന്നും പറഞ്ഞ് എല്ലാം കണ്ടുവച്ച് പ്ലാൻ ചെയ്ത് വെച്ചാണ്. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു കണ്ണാടി വാങ്ങിക്കാന്നുള്ളത്. പക്ഷേ ആൾക്ക് എന്ത് സാധനം ആദ്യത്തെ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത ഒറ്റയേറാണ്. കുഞ്ഞു കുട്ടികൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്, എങ്കിലും എല്ലാവരും ഒന്നും അങ്ങനെയല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മെഡോസ് അവിടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം. പ്രായമായവർക്ക് കുറവാണെന്ന് തോന്നുന്നു പൈസ, ബാക്കിയുള്ളവർക്ക് ഇത്തിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പൈസ. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ അന്യഭാഷക്കാരെ, തമിഴൊക്കെ ആൾക്കാരൊക്കെയാണ് കേട്ടോ കൂടുതലും ഇവിടേക്ക് വരുന്നത് ഈ കാണാനും കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മളങ്ങനെയാണ്, നമ്മൾ മലയാളികൾ തൊട്ടടുത്ത് മുറ്റത്ത് എന്ത് പരിപാടി ഉണ്ടല്ലോ അത് ശ്രദ്ധിക്കില്ല. നമ്മൾ ദൂരേക്കുള്ള പരിപാടികളല്ലേ പിടിക്കുള്ളൂ. എങ്കിലും നമ്മൾ ഈ വാഗമണ്ണ് വരെ പോകാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ ആഗ്രഹം സാധിച്ചു കിട്ടും. ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാഗമണ്ണ്, അല്ലെങ്കിൽ ഫോണിൽ വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതുവരെ പോകാൻ പറ്റില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളൊരു ടൂറായിട്ട് വാഗമണ്ണിന് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കയ്യിലിട്ടൊക്കെ അടിച്ച് നല്ല രസമൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് അടിച്ച് ഒരു മുടി പോയത്. അപ്പം പിന്നെ ടെസ ബേബി എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനില്ലായിരുന്നു, നമുക്ക് അവളെ പിടിക്കുകയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പയും മോളൊക്കെ ഭയങ്കര ജോളിയായിട്ട് സന്തോഷമാണ്. മമ്മി എല്ലാവരോടും സന്തോഷമാണ് കേട്ടോ. അവിടെ ഇവിടെയെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നമുക്ക് എന്താ ബോട്ടിലൊക്കെ കയറി പോകാമെന്ന് കേട്ടോ. നമുക്കിവിടെ കൊച്ചിന് പേടിയായിരുന്നു, കൊച്ചിനെയും കൊണ്ട് പോകുന്ന പേടിയൊക്കെ ആയിരുന്നു, റിസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മളതിനൊന്നും പോയില്ല. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇതിലെല്ലാം നടന്നൊക്കെയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാണ്. ആൾക്കാരല്ലേ അവളിൽ കൂടെ എല്ലാം നടക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ സമയം കളഞ്ഞു പോലും വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങിയാണ്. ടെസ ബേബി അവിടെ ഇതിലെ എല്ലാം ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ പോകാൻ. പക്ഷേ ഈ കുട്ടിക്കുറുമ്പ് കാരണം നമുക്ക് കൊണ്ടുപോകുന്നവർക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മളധികം യാത്രയൊന്നും പോകാത്ത. ഇവളെയും കൊണ്ട് എവിടെ പോയാലും നമ്മൾ പോകുന്നവരാണ് ഡബിൾ മടുപ്പിനിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്പയുടെ കയ്യിലാണ് ഇരിക്കാറുള്ളത്. അപ്പയുടെ അടുത്ത് എൻ്റെ അടുത്ത് അത്രയുള്ള അടവുകളൊന്നും നടക്കില്ല. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് ആണ്. അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്.
അപ്പേ അത് വേണം വേണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആ ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനത് സെലക്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചപ്പോഴത്തേനും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി കടയുടെ ഉള്ളിലേക്ക് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അതൊരു ബജ്ജിക്കടയെല്ലാം അവിടെ കയറുന്ന ഒരു കടയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്നൊരു കണ്ണാടിക്ക് എടുക്കാൻ പോവുകയാണ്. ഈ കണ്ണാടി എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഇപ്പം അവൾ എടുക്കുന്ന കണ്ണാടി വന്ന് മൺമോഹൻ ഷോയിൽ സലിംകുമാർ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ആ ചേട്ടൻ അത് വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഒരു ചേട്ടനും ചേച്ചി ഭാര്യ ഭർത്താവോടാണ് ആ കട നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നല്ല ഇടപെടലുള്ള ചേട്ടനും ചേച്ചിയാണ്. നമുക്ക് എല്ലാ കടകളിലും അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ ബജ്ജി വാങ്ങിച്ചിട്ടോ. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബജ്ജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമായിരുന്നു മുളക് ബജ്ജിയൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും വാങ്ങിച്ചു. പിന്നെ തേനെല്ലിക്കയാണ് കേട്ടോ മേടിച്ചത്. തേനെല്ലിക്കൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പം ഇനിയും വേണമെന്ന് തോന്നി. പിന്നെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലാണ് പോയത്. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ 4:45 5 മണി വരെ ഉള്ളൂ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കവിടെ പറ്റില്ല. അതുകൊണ്ട് നേരെ തിരിച്ച് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്ക് ചെന്നപ്പോഴോ അവിടെയും അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പുറം ഇപ്പുറയും കടകളൊക്കെ ആയിക്കട്ടെ, എന്ത് രസമല്ലേ. അവിടെ കുറേ ഡിസൈനുകളിലുള്ള അടിപൊളി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പുതിയ ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ബാഗിലേക്ക് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ കളിപ്പാട്ടങ്ങൾ, എന്ത് രസമല്ലേ അവിടെയുള്ള കടകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ കുറേ കുഞ്ഞ് സ്റ്റുഡിയോകളുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ അന്നേരം തന്നെ നമുക്ക് എടുത്ത പടയെ തന്നെ ഫ്രെയിം ചെയ്ത് തരുന്നത് നല്ല രസമുള്ള ഒരുപാട് സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഭയങ്കര വിലയാണ് അവിടെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുക്കുക. പിന്നെ അവിടെ കാണാമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പൈൻമരങ്ങൾ നിൽക്കുന്നു, കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പെണ്ണ് നമ്മളെ സമ്മതിക്കില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഓടി നടക്കുന്ന പരിപാടീസൊക്കെയാണ് ഇഷ്ടം. അവിടെ നിന്ന് കുറേ താഴേക്കൊന്നും നമ്മൾ പോയില്ല കേട്ടോ. എവിടെ വരെ പോയാലും ഈ പൈൻമരങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോരുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം അപ്പാ പറഞ്ഞു നമുക്ക് നല്ല എവിടുന്നേലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ചോക്ലേറ്റ് വേണം. അപ്പം ഞാൻ പിണങ്ങിയിരിക്കുന്ന കണ്ടുകൊണ്ട് എനിക്കൊരു 2 പാക്കറ്റ് ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പം നമ്മൾ വേറൊരു പ്ലാനും ചെയ്യാതെയായിരുന്നു പോയി. നമ്മൾ വാഗമണ്ണ് പോയി തിരിച്ചു വരാമെന്നാണ്. അപ്പോഴാണ് അപ്പയ്ക്കൊരു തോന്നിയത് നമുക്ക് മഞ്ഞ് കണ്ടാലോ എന്ന്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തിനാണ് കേട്ടോ പിന്നെ പോയത്. ഇത് ഏലപ്പാറയാണ് കേട്ടോ സ്ഥലം. ഈ ഏലപ്പാറയ്ക്ക് ഞങ്ങളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു ട്രിപ്പ് കൊച്ചിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹം വെച്ച് ഒരു പ്ലാനും ഇല്ലാതെ കുട്ടിക്കാനത്തിന് ഒരു തവണ വന്നായിരുന്നു. അന്നേരം നമുക്ക് മഞ്ഞ് മൂടിയതൊന്നും അധികം കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്താണെന്നും കാണണമെന്നും പറഞ്ഞാണ് അപ്പോൾ അവിടെ നിന്ന് വാഗമണ്ണിൽ നിന്ന് തിരിച്ച് കുട്ടിക്കാനത്തിന് പോയേക്കാന്ന് ഓർത്ത് വന്നത്. അവിടെയും ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ ഏലപ്പാറ ഭാഗത്തൊക്കെയും കുറേ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്തൊക്കെ നിൽപ്പുണ്ട്. ഇതുപോലെ നമ്മളെ പോലെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരും യാത്രയ്ക്ക് വരുന്നവരൊക്കെ ആയിരിക്കും. അവരെ കണ്ട് ട്രാവലറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നൊക്കെ എത്തിയപ്പോഴത്തേനും ബേബി ഒന്നും സമ്മതിക്കില്ല. അവൾക്ക് ഫുൾ ടൈം ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. വണ്ടി ഓടിക്കൊണ്ടിരുന്നാലും നമുക്കിട്ട് എന്തെങ്കിലും പണി തരണേ എന്ന് വെച്ചിരിക്കുന്ന ആളാണ് ബേബി. എന്ത് രസമല്ലേ അവിടെ തേയിലച്ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം ഞാനും അപ്പയോടെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഉണ്ട്. ബേബി ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറക്കി അവൾ ഓടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന ആളെ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. മമ്മിയുടെ കൂടെ തന്നെ ഇരുത്തി. പിന്നെ നമ്മൾ രാത്രി ഒരു 6 മണിയൊക്കെ ആകാറായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് മഞ്ഞ് കാണണമെന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ പോയേക്കുന്നത്. അതിനിടയ്ക്ക് ബേബിയുടെ കുറച്ച് പരിപാടീസൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവൾ പാട്ട് പാടിയിരുന്നു. അപ്പോൾ നമ്മൾ കാറിലും പാട്ടുണ്ടായിരുന്നു, അവളും പാടി. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഇരട്ടിട്ടോ നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ. രാത്രിയിലെ കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ ലൈറ്റുകൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പകലേക്കാലം കൂടുതൽ നല്ല രസം ലൈറ്റുകൾ, ഇലുമിനേഷനുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇലുമിനേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാവുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സ്ലോ ചെയ്ത് പോകണം. തിരക്കുള്ള സമയമല്ല, രാത്രി ആയിരുന്നുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ തിരക്കായ കാരണം നിന്നൊക്കെ പോവുകയായിരുന്നു. അപ്പോൾ യാത്രകളൊക്കെ കണ്ടു പോവുകയാണ്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴും നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ അതിനൊക്കെ ചില സീസണുകൾ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പതിയെ സ്ലോ ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു പോയി, പക്ഷെ കണ്ടില്ല. പിന്നെ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബേബിയുടെ ഓരോ കാര്യങ്ങൾ അതിനിടയ്ക്ക് ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇലിമിനേഷനുകളൊക്കെ കാണാനായിട്ട്. അതൊക്കെ കണ്ടു പോവുകയാണ്. നമുക്ക് മഞ്ഞ് മൂടി വരുന്നത് കാണാൻ പറ്റിയിട്ടെങ്കിലും നമുക്ക് ചില കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പോയത് വളഞ്ഞങ്ങാനം
കുട്ടിക്കാനം വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഒരു തവണ പോയപ്പോൾ അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അത് ടൂറായിട്ടൊന്നും പോയതല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് എല്ലായിടത്തും പോയപ്പോൾ നമ്മൾ സ്ലോ ചെയ്ത് പോയപ്പം കണ്ടതാണ്. പിന്നെ അപ്പയും ടെസ്സ ബേബിയും ഞാനവിടെ പോയി, അവിടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോരുവാണ് കേട്ടോ. ഇപ്പം മുണ്ടക്കൈ എത്തിയിരിക്കുകയാണ്. മുണ്ടക്കൈ ഇനി നമ്മൾക്ക് ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിക്ക് കുറച്ച് ദൂരോടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം എന്ന് വെച്ചാൽ ഇവളെയും കൊണ്ട് ഒരിടത്തും പോയി നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല, അവൾ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ഹോട്ടലാണ് എത്തിയിരിക്കുന്നത്, അജ്ഫ കുഴിമന്തി കാഞ്ഞിരപ്പള്ളി. ഞങ്ങൾ എന്ന് പോയാലും മന്തി വാങ്ങിക്കുന്ന അവിടെ നിന്നാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും ബെസ്റ്റ് മന്തിക്കട ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അജ്ഫായെന്ന്. അപ്പോൾ അതുപോലെ അടിപൊളി ടേസ്റ്റിയാണ് അവിടുത്തെ മന്തി. അപ്പോൾ അവിടുന്ന് നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം ഒരു 10:11 ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ് കേട്ടോ കടന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് നേരെ കുളിച്ച് ഫ്രഷായി മന്തിയൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പ് വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.